ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു എൻ്റെ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇന്ന് പോകുന്നത് ഇന്ന് സൺഡേ ആണ്. സോ ഐ എം ഹെഡിങ് ടു അനദർ പ്ലേസ്. കുറച്ച് ദൂരെയാണ്. സോ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണിക്കാം. സോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടാ. ഇനി ഒരു കോഫി ഒക്കെ കുടിച്ച് അടുത്ത പെട്രോൾ പമ്പിൽ കയറി നമുക്കൊരു കോഫി. അപ്പൊ നമ്മളൊരു കോഫി വാങ്ങി, അത് കഴിഞ്ഞിട്ട് അത് കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ കോഫി കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഐ ജസ്റ്റ് ടുക്ക് കോഫി വിത്ത് മീ. കാരണം ഭയങ്കര ചൂട്, അങ്ങോട്ട് നിന്ന് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. നമുക്ക് ഒരു എക്സിറ്റ് മിസ്സായി. പക്ഷെ ഈ പള്ളി നോക്ക്, എന്ത് രസമല്ല കാണാൻ. ഏതോ ഒരു എക്സിറ്റ് മാറിയിട്ട് നമ്മളിപ്പോ ഒരു വിജനമായ സ്ഥലത്ത് കൂടെ പോയോണ്ടിരിക്കുന്നത്. സത്യം അടിക്ക് വഴി അറിയില്ല, മാപ്പ് ഇട്ടിട്ട് എത്തുന്നില്ലല്ലോ. വാട്ട് ഇസ് ദിസ്? അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തി. ഇത് അൽ ഷംഹയിലുള്ള ഒരു ഗ്രീൻ ഹൗസ് ആണ് കേട്ടോ. കാണുമ്പോ തന്നെ ഒരു ഭംഗിയാ. ഇത് കുറെ ആൾക്കാർ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളില് അവര് ഫുള്ള് പ്ലാന്റ് ചെയ്തിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട്. ഉള്ളിൽ കയറിയിട്ട് നോക്കാട്ടോ. സെക്യൂരിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പിടിച്ച് വരിക്കരുതെന്ന്. എന്നെ കണ്ടപ്പോ തന്നെ അയാൾക്ക് തോന്നുന്നു ഇവളത്ര ശരിയില്ലാന്ന്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് തന്നെയല്ലേ ഇത്? ഗൈസ്, നിങ്ങൾ കണ്ടിട്ട് പറയൂ പാഷൻ ഫ്രൂട്ട് അല്ലേ? നല്ല ഭംഗിയിട്ടോ കാണാനായിട്ട്. ഇങ്ങനെ പന്തൽ പോലെ അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓഫ്, അതാ സാധനം. നൈസ് നോ? കുറേ നാരങ്ങ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ. നാട്ടിൽ പോയ ഒരു ഫീല് ഇത് കണ്ട. ഒരു ഗ്രീൻ ഹൗസിന്റെ ഉള്ളിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ ഇത്രയും പ്ലാന്റ്സ് അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്ത് ഭയങ്കര ചൂടാണ്, എന്നിട്ട് പോലും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണവാണ്. നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഓക്സിജനൊക്കെ ശ്വസിച്ച് നല്ല അടിപൊളി ഫ്രഷ് എയർ ആണ്. ഇങ്ങനെ നടക്കാം, ഉലാത്താം. നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് കശുമാങ്ങ ചെടി നീ നിൽക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കിളികളും ഉണ്ട് കേട്ടോ. കിളികളുടെ ആരവം കേൾക്കുന്നുണ്ട് ഗൈസ്. ഇതേ നമ്മുടെ വാഴത്തോട്ടം. ഇതേ കൊലച്ചു നിൽക്കുന്ന വാഴകൾ. ശരിക്കും നാട്ടിൽ പോയ ഒരു അനുഭൂതി. ഇതേ പപ്പക്കായ. കുറെ വാഴകളും ആ വാഴകളെ നോക്കി നടക്കുന്ന ഒരു മരവാഴയും. നാട്ടിൽ പോലും ഞാൻ ഇത്ര സ്നേഹത്തോട് കൂട്ടിയിട്ട് ഒരു വാഴ നോക്കിയിട്ടില്ല. മക്കളെ ഒരു രക്ഷയില്ല. നിങ്ങൾ എല്ലാവരും എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചൂടത്ത് നമുക്ക് ഇത്രയും റിലാക്സ് ചെയ്ത് ശുദ്ധവായുക്ക് ശ്വസിച്ചിട്ട് നടക്കാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ചേട്ടന് കണ്ടോ, ഒരു മാവിൽ 2 മാങ്ങ മാത്രം. ദുബായിന് അത്ര നേരം ഡ്രൈവ് ചെയ്ത് വന്നത് ശരിക്കും മുതലായിട്ടുണ്ട്. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നാലും ഇവിടെ സൂപ്പറാ. മുന്തിരിയാണ് കേട്ടോ അവര് പടർത്തിക്കുന്നത്. പക്ഷെ മുന്തിരി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മുന്തിരി ചെടികൾ പരത്തിയിട്ടുണ്ട്. നല്ലോണം താഴ്ച വളർന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട്. പ്ലീസ് ഡു നോട്ട് ടച്ച് ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആക്ച്വലി ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മെന്നിനും ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും. പക്ഷെ ഞാൻ കണ്ടില്ല. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നാരങ്ങ കാണണേ. ഒന്നിന്റെ സൈസ് നോക്ക്. ഇലയാണോ കായാണോ തിരിച്ചറിയാൻ പറ്റും. നോക്കി അവക്കാടോ തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നിൽക്കാം. കുറേ ടൈപ്പ് മൾബറീസ് ഉണ്ട് കേട്ടോ അവിടെ. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിട്ട് ഇവിടെ റിലാക്സ് ചെയ്തിട്ട് ഫാമിലീൻ്റെ ഒക്കെ കൂടി ഇരുന്ന് ചില്ല് ചെയ്ത് പോവാട്ടോ. ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അക്വാപോണിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പുള്ളിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ മക്കളെ. വീണ്ടും ബാക്ക് ടു നമ്മുടെ ചൂടും വേർപ്പും വെയിലും ഉഷ്ണവും. കുറേ കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും ഒക്കെ ഉണ്ട്. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ഫ്രം ഔട്ട്സൈഡ്. കുറേ ആൾക്കാർ വിസിറ്റിങ്ങിനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കൂടി നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ടൈമില്ല, എനിക്ക് തിരിച്ചു ദുബായിലെത്തണം. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഐ വോണ്ടഡ് ടു ഗോ ടു ദാറ്റ് പ്ലേസ് ഓൾസോ. ആ പ്ലേസ് ഞാൻ കാണിക്കാം, അവിടെ എത്തിയിട്ട് കാണിക്കാം. എനിക്ക് റൂട്ട്സ് അറിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാണിച്ചു തരാം.